بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞവരെ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ കുടുംബജീവിതത്തിൽ
ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചായിരുന്നു നാം സൂചിപ്പിച്ചു വരുന്നത്. ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാൻ ഭാര്യയും ഭർത്താവും പരസ്പരം അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിക വശങ്ങളെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ഏറെ ഗൗരവത്തിൽ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട, അതല്ലെങ്കിൽ ഒരുപാട് നമസ്കാരങ്ങളും നോമ്പും നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, ആ നിലക്ക് നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കേണ്ട ബാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ ചെയ്യുന്ന ഏത് നന്മകളും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഒരുപാട് ഖുതുബകളും പ്രഭാഷണങ്ങളുമൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ ഉമ്മയുടെ ഉപ്പയുടെ അവരോട് കാണിക്കേണ്ട അദബുകളും കടമകളും എല്ലാത്തിനെക്കുറിച്ചും സമൂഹം പഠിച്ചു വരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ പല തിരക്കുകൾക്കുമിടയിലും നാം ഏറ്റവും അധികം അവഗണിക്കുന്നതും ആ മാതാപിതാക്കളെ തന്നെയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയേക്കാൾ, നമ്മുടെ മക്കളേക്കാൾ, മറ്റുള്ള ആരേക്കാളും ഏറെ നാം പരിഗണനയിൽ സ്ഥാനം നൽകേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്കാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട കടമകളെക്കുറിച്ച് പറയുമ്പോൾ കൂടെ പറയുന്ന ഒരു കാര്യമാണ്, ഭൂമിയിൽ നീ ആദ്യം കടമകൾ നിർവഹിക്കേണ്ടത് നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉപ്പയോടാണ് എന്ന്. ഇതറിയാത്തവരല്ല നമ്മൾ ആരും. പക്ഷെ എവിടെയോ നമ്മൾക്ക് പലപ്പോഴും അബദ്ധങ്ങൾ പറ്റിപ്പോവുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സദസ്സിലേക്ക് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുന്നു, റസൂലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, റബ്ബിനേറെ പ്രിയമാകുന്ന പ്രവർത്തനം എന്താണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വലാത്തു അലാ വഖ്തിഹാ, ഇബ്നു മസ്ഊദ്, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, സുമ്മ ഐ, പിന്നെ എന്താ റസൂലേ? ഖാല ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം നൽകലാണ്. ഖുൽതു സുമ്മ ഐ, പിന്നെ എന്താ റസൂലേ? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ഇറങ്ങിത്തിരിക്കലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുവെന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസായി കാണാം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയും ഉദ്ധരിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിനേറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിക്കൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഉമ്മയോടും ഉപ്പയോടും നന്മ വർത്തിക്കലാണത്. അതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. നമ്മൾ ഒരുപാട് നിസ്കരിക്കുന്നു, ഒരുപാട് നോമ്പെടുക്കുന്നു, ഒരുപാട് സ്വതക്കകൾ നൽകുന്നു. ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പടച്ച റബ്ബിന് ഇഷ്ടമുള്ള മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ള, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നുള്ള ആ ഒരു പുണ്യങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ പിന്നിലാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു
ഒരു വേള കഅബത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനത തൻ്റെ ഉമ്മയെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് തവാഫ് ചെയ്യുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ചോദിക്കുന്നു അദ്ദേഹത്തോട്, നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്? അത്തറാനി ജാസൈതുഹ, എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ എനിക്ക് ചെയ്ത നന്മക്ക് പകരമായിട്ട് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ പോരെ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിന്റെ മറുപടി, ലാ വലാ ബിദഫറത്തിൻ വാഹിദ, ഇല്ല മനുഷ്യ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ശ്വസിച്ച ഒരു ശ്വാസത്തിന്റെ പോലും പകരമായിട്ട് ഇത് മാറിയിട്ടില്ല എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്. ആ മനുഷ്യനോട് പറയുന്നു, എന്നിട്ട് വലാകിൻ അഹ്സൻത, നീ നന്മ ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഉമ്മ ചെയ്തതിന് പകരമായിട്ട് ഇതൊന്നും മാറിയിട്ടില്ല. നോക്കൂ സഹോദര, പരിശുദ്ധ കഅബാലയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് മാതാവിനെ ഉമ്മയെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് പ്രയാസത്തോടുകൂടി തവാഫ് ചെയ്യുന്നത് പോലും നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ശ്വസിച്ച ഒരു ശ്വാസത്തിന് പോലും പകരമായിട്ടില്ല എന്ന് റസൂലുള്ളാഹിയിൽ നിന്ന് നേരിട്ട് ദീന് കേട്ട സ്വഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. അത്ര ഗൗരവമുണ്ട്, അത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ഉമ്മയോട് നാം ചെയ്യേണ്ട കടമകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാൻ നമ്മൾക്ക്, ഖാല, അവിടുന്ന് പറയുന്നു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്, റഗിമ അൻഫു ثم رغم أنفه ثم رغم أنفه, നശിച്ചു പോകട്ടെ, തുലയട്ടെ ഒരു മനുഷ്യൻ. ഞാൻ ചോദിച്ചു, റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ, മൻ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ആരാണ് നശിച്ചു പോകട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ? പടച്ച റബ്ബിന്റെ ശാപം ലഭിക്കുന്ന ഒരു നന്മയും വരാത്ത ഒരു മനുഷ്യൻ അവൻ ആരെന്ന് ചോദിച്ചപ്പോൾ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി അഹദഹുമാ ഔ കിലൈഹിമാ ثم لم يدخل الجنة. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ പ്രായമെത്തിയ മാതാപിതാക്കളുണ്ട്. അതിലാരെങ്കിലുമുണ്ട്, ഉമ്മയോ ഉപ്പയോ ഉണ്ട്. ആ മാതാപിതാക്കളെ പരിചരിച്ചു കഴിഞ്ഞാൽ അല്ലാഹ് അവർക്ക് സ്വർഗം നൽകുമായിരുന്നു. പക്ഷേ ഈ മകനത് ചെയ്തില്ല, ഈ മകളത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും കഴിഞ്ഞില്ല. ആ മനുഷ്യൻ നശിച്ചു പോകട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു ഖൈറുമില്ലാത്ത മനുഷ്യനാണത്. ഒരുപാട് അമൽ ചെയ്ത വ്യക്തിയായിരിക്കാം, പക്ഷെ എന്തുകൊണ്ട് സ്വർഗം നഷ്ടപ്പെട്ടു പോകുന്നു? കുടുംബത്തിൽ ഉമ്മയെയും ഉപ്പയെയും പരിഗണിച്ചിട്ടില്ല, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയ മനുഷ്യനായിപ്പോയി. അതുകൊണ്ട് തന്നെയല്ലേ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്കും ഒരു മനുഷ്യൻ ജിഹാദിന് വേണ്ടി തയ്യാറായി വരികയാ, ധർമ്മസമരത്തിന് റസൂലുള്ളാഹിയോടൊപ്പം വരാൻ തയ്യാറായി നിൽക്കുകയാ. അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറെ പുണ്യം കിട്ടുന്ന അമലുമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അഹയ്യുൻ വാലിദാക്, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? മാതാപിതാക്കൾക്ക് നിന്നെ ആവശ്യമായിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, വാർദ്ധക്യത്തിലെത്തിയ ആ സ്വഹാബി പറയുകയാ, പ്രായമെത്തിയ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അതാ റസൂലുള്ളാഹി ചോദിച്ചത്, അഹയ്യുൻ വാലിദാക്, ഉമ്മയും ഉപ്പയും ഉണ്ടോ വീട്ടിൽ? എങ്കിൽ ഫഫീഹിമ ഫജാഹിദ്, അവിടെ പോയി ജിഹാദ് ചെയ്തോ. എന്താ ജിഹാദ്? ആ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താതെ, വേദനിപ്പിക്കാതെ, കരയിക്കാതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് നീ കൺകുളിർമ നേടിക്കോ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോടും പറയുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഇത്രത്തോളം പ്രാധാന്യവും ഇത്രത്തോളം കടമകളും സഹോദരങ്ങളെ ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കാതെ നോക്കണേ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എന്താ? അവരെ പ്രയാസപ്പെടുത്തുന്നു. ഏത് പ്രായത്തിൽ? അള്ളാഹുവിൻ്റെ റസൂല് അവരെ പരിചരിക്കണേ, നോക്കണേ, അവരെ സംരക്ഷിക്കണേ എന്ന് അള്ളാഹിൻ്റെ റസൂലും അള്ളയും പറഞ്ഞ പ്രായമെത്തുമ്പോൾ നമ്മളെല്ലാവരും അവരെ അവഗണിക്കുകയാണ്, അല്ലേ? അവർക്ക് പ്രായമെത്തുമ്പോൾ മക്കൾ മാറി താമസിക്കുന്നു. അവരെ നോക്കാൻ ആളുകളില്ല, അവരെ നോക്കാൻ ആളുകളില്ല.
അതേപോലെ തന്നെ അവരെ സന്ദർശിക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരോട് ഫോൺ ചെയ്യുന്നു, അവരോട് സംസാരിക്കുന്നു ഒക്കെ എപ്പോഴാ? ഒരുപാട് കാലങ്ങൾ കഴിയുമ്പോൾ, ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ. നേരെ മറിച്ചോ, പല ആളുകളും ആ മാതാപിതാക്കളെ തൻ്റെ വീട്ടിൽ പരിചരിക്കാതെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന മുസ്ലിമീങ്ങളും ഈ സമയങ്ങളിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. ഇവനും നിസ്കരിക്കുന്നവനാണ്, ഇവനും സക്കാത്ത് നൽകുന്നവനാ, ഇവനും ഹജ്ജിന് പോകുന്നവനാ, അവന് നോക്കാൻ കഴിയുന്നില്ല, അവനവരെ പരിചരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ടോ അതിനൊക്കെ ഫീസ് കൊടുത്ത്, അതിനൊക്കെ പണം കൊടുത്ത്, പല ആളുകളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങൾക്കുമേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ വേദനയോടുകൂടി അവിടെയൊക്കെ കഴിഞ്ഞുകൂടുകയാണ്. അല്ലേ സഹോദരങ്ങളെ? ആ മാതാവിനോട്, ആ ഉമ്മയോട്, ഉപ്പയോട് സംസാരിക്കുന്നത് ഒരു ശത്രുവിനോട് സംസാരിക്കുന്നത് പോലെ കയർത്തുകൊണ്ട് സംസാരിക്കുന്ന മക്കൾ. ഒരു ശത്രുവാണ് തൻ്റെ മുമ്പിൽ എന്ന രീതിയിലാണ് മക്കൾ പലപ്പോഴും സംസാരിക്കുന്നത്. സംസാരിക്കാൻ താല്പര്യമില്ല, സംസാരിക്കാൻ നേരമില്ല. ആരോട്? തൻ്റെ ഉമ്മയോടും തൻ്റെ ബാപ്പയോടും. ആ മക്കളാ ഇന്നത്തെ സമൂഹത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നത്. ഈമാനിന്റെ ദുർബലത കൊണ്ട്, ഈമാനിന്റെ ദൗർബല്യത കൊണ്ട്, അറിവിന്റെ കുറവ് കൊണ്ട്, അതേപോലെ തന്നെ തൻ്റെ കൂടെയുള്ള ഭാര്യ തനിക്കുമേൽ ചെലുത്തിയ ആധിപത്യത്തിന്റെ ആധിക്യം കൊണ്ട് പോലും ഭർത്താക്കന്മാർ പോലും ഈ രീതിയിലേക്കായിപ്പോയി. അല്ലേ? ഭാര്യ പറയുന്നു, എന്തിനാ സംസാരിക്കുന്നത്? എത്രയാ നിങ്ങൾ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കുന്നത്? എത്ര പണമാ അതിനു വേണ്ടി ചെലവഴിക്കുന്നത്? ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അയച്ചു കൊടുക്കുന്ന പണത്തിന്റെ കണക്ക് പോലും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ നിലക്ക് പെൺകോന്തന്മാരായി ജീവിക്കുന്ന ഭർത്താക്കന്മാരും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. സഹോദരങ്ങളെ, ഈ നിലക്ക് ആ ഉമ്മയോടും ഉപ്പയോടും നന്മ വർത്തിക്കുന്ന ഭർത്താവിന് തടഞ്ഞു നിർത്തുന്ന ഭാര്യമാരും ഇന്നിന്റെ ലോകത്ത് സംജാതമായി കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, പാടില്ല. ഭർത്താക്കന്മാർ അവിടെയാ പരാജയപ്പെട്ടു പോകുന്നത്. എന്തുകൊണ്ടാ ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് ഉമ്മയുടെയും ഉപ്പയുടെയും ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം ലഭിക്കുന്നില്ല? അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവർക്ക് പണമേക്കാൻ കഴിയുന്നില്ല. പണ്ഡിതന്മാര് പറയുന്നു, ത്വാഅത്തു സൗജ, ഇവന്റെ ഭാര്യയെ അമിതമായിട്ട് അവൻ അനുസരിക്കുന്നു. അലൽ വാലിദൈൻ, ആ ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഈ ഭാര്യയ്ക്ക് അവൻ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ ഭാര്യയ്ക്ക് അവന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അല്ലേ? അതുകൊണ്ട് തന്നെയാ അവൻ ആ മാതാപിതാക്കളെ അവഗണിക്കേണ്ടി വരുന്നത്. ഇത്തരം ഭാര്യമാരും ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്ന, മാതാപിതാക്കളെ പരിചരിക്കേണ്ട, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട, അവർക്ക് താങ്ങും തണലുമായി നിൽക്കേണ്ട സ്വന്തം ഭർത്താവിനെ ആ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഭാര്യമാർ ഒരു കാലത്തും ഹൈറ് അവർക്ക് ലഭിക്കുകയില്ല എന്ന് അവരും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാ ബന്ധം മുറിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരാണിതിൻ്റെ കണക്കുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ നിലക്ക് ഒരാളും ആയിത്തീരാൻ പാടില്ല. നേരെ മറിച്ച് നല്ല ഒരു ഭാര്യ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനെ സഹായിക്കുന്നവളായിരിക്കും. തൻ്റെ ഭർത്താവിനെ സഹായിക്കുന്നവളായിരിക്കും. ഏത് വിഷയത്തിൽ? എൻ്റെ ഭർത്താവിനെ പ്രസവിച്ച, എൻ്റെ ഭർത്താവിന് മുല കൊടുത്ത, എൻ്റെ ഭർത്താവിന് എല്ലാ നിലക്കും അവൻ വളരാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത അവൻ്റെ ഉമ്മയും അതുപോലെ അവൻ്റെ ബാപ്പയെയും പരിചരിക്കാനും സഹായിക്കാനും ഈ ഭാര്യയും ഏത് നിലക്കും ഭർത്താവിൻ്റെ കൂടെ ഉണ്ടാകും. അവളാ സ്വാലിഹത്തായ ഭാര്യ, അവളാ സ്വാലിഹത്തായ പെണ്ണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നമ്മുടെ കുടുംബത്തെ ക്രമീകരിക്കാൻ ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പഠിച്ച് ഈ ആയത്തുകളും ഈ ഹദീസുകളുമൊക്കെ ക്രോഡീകരിച്ച് നമ്മുടെ നേതാക്കന്മാര്, മഹാപണ്ഡിതന്മാര് പറയുന്നു, നിന്റെ ഉമ്മയും നിന്റെ ബാപ്പയും നിന്നെ വിളിച്ചാൽ ലാ തംഷി ഇലൈഹിമ, നീ അവരിലേക്ക് നടന്നു പോകരുത്, നീ അവരിലേക്ക് നടന്നു പോകരുത്. ബൽ കുൻ മിസ്ല ത്വായിർ, നീ ഒരു വിമാനത്തെ പോലെയായിരിക്കണം വേഗതയിൽ നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സമീപത്തേക്ക് നീ എത്തുന്നത്. നിന്റെ ഉമ്മക്ക് നിന്റെ ആവശ്യമുണ്ട്,
നിന്റെ ബാപ്പക്ക് നിന്നെ ആവശ്യമുണ്ട്, അവര് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ ആ നിലക്ക് ആ ഉപ്പയുടെയും ഉമ്മയുടെയും സമീപത്തേക്ക് വേഗതയിൽ, വിമാനത്തോളം വരുന്ന ആ ഒരു വേഗതയിൽ നിന്റെ മാതാപിതാക്കളുടെ സമീപത്ത് നീ എത്തണം. എന്തിനാ? അവരെന്തിനാണോ നിന്നെ വിളിച്ചത് ആ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ. നിന്റെ കണ്ണിൽ അത് ചെറുതായിരിക്കും, പക്ഷേ ആ ഉമ്മ നിന്നിൽ നിന്നും അത് പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പോകണം പ്രിയപ്പെട്ടവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടമയെക്കുറിച്ച്, കടപ്പാടിനെക്കുറിച്ച് എത്രയോ ഹദീസുകളിലൂടെ സൂചിപ്പിച്ചു വന്നതാണ് അല്ലേ? നമ്മൾ ഒരുപാട് മുതൽ സമ്പാദിച്ചു, ഒരുപാട് സമ്പാദിച്ചു, വലിയ വീടുണ്ടാക്കി. പക്ഷേ ഉമ്മയും ഉപ്പയും പറയാണ്, നിന്നെയും ഞങ്ങൾക്ക് വേണം, നിന്റെ മുതലും ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ഉമ്മ പറയാണ്, ബാപ്പ പറയാണ്, നീ പോകണം ഈ വീട്ടിൽ നിന്നും, നിന്റെ മുതലിൽ നിന്നും, ഈ കുടുംബത്തെയൊക്കെ കൊണ്ട്. അഥവാ നിന്നെയും നിന്റെ മുതലും മുഴുവനായിട്ടും ഞങ്ങൾക്ക് വേണമെന്നൊരു മാതാവ് പറഞ്ഞാൽ, ഒരു ഉമ്മ പറഞ്ഞാൽ, ഒരു ഉപ്പ പറഞ്ഞാൽ, ഇതൊക്കെ എൻ്റെതായെന്ന് പറഞ്ഞ് കെട്ടിവെക്കാനുള്ളതല്ല, കൊടുക്കണമെന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ടാ അവർക്ക് എപ്പോൾ ആവശ്യമുണ്ടോ നമ്മളെ പ്രവാസികളെ, നമ്മളാണിത് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. നാട്ടിൽ നിന്ന് ഉപ്പ പറയുന്നു, ഉമ്മ പറയുന്നു, മോനെ നീ വരണം, ഞങ്ങൾക്ക് അസുഖമാണ്, കൊണ്ടുപോകാൻ ആളുകളില്ല, നിന്റെ സാമീപ്യം, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ഉമ്മ വിളിക്കുന്നു, ഒരു തരത്തിൽ ബാപ്പ വിളിക്കുന്നു. ഇപ്പുറത്തോ കൂടെ ഫാമിലിയായി കുടുംബത്തോടൊപ്പം താമസിക്കുന്ന നമ്മൾ, ആ പെണ്ണ് പറയുന്നു, ഭാര്യ പറയുന്നു, ഇപ്പൊ പോയാൽ എങ്ങനെയാ, ഇപ്പൊ നാട്ടിലേക്ക് എത്തിയാൽ എങ്ങനെയാ, കയ്യിലൊന്നുമില്ല, കാശില്ല, സമ്പത്തില്ലെന്ന് പറയുമ്പോൾ ആ ഭാര്യയുടെ സംസാരത്തിൽ വണങ്ങി ഈ പ്രവാസ ജീവിതത്തിൽ തന്നെ കഴിച്ചുകൂട്ടുകയല്ല ഒരു മുസ്ലിമായ മകൻ ചെയ്യേണ്ടത്. മറിച്ചോ എത്രയും വേഗത്തിൽ ആ ഉമ്മയുടെ സമീപത്തേക്ക് എത്തണം, ഉപ്പയുടെ സമീപത്തേക്ക് എത്തണം, ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം, എല്ലാ ഹിദ്മയും ചെയ്തു കൊടുക്കണം. പോരാ, പണ്ഡിതന്മാര് പറയുന്നു, ആ ഹിദ്മ കൊണ്ട്, സേവനം കൊണ്ട് അവസാനിപ്പിക്കരുത്. നീ ആ ഹിദ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. ആ ഉമ്മക്ക് വേണ്ടി, ആ ഉപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥന കൊണ്ടും അവസാനിപ്പിക്കരുത്. എന്നിട്ട് പറയുന്നു വൽ മഗ്ഫിറ, അവർക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടിയും നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഉമ്മക്കൊരു സഹായം ചെയ്തു കൊടുത്തു, ഉമ്മ പറഞ്ഞത് ഞാൻ ചെയ്തല്ലോ, ഞാനത് ചെയ്തു കൊടുത്തല്ലോ എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് മാറി നിൽക്കലല്ല. ഉമ്മയുടെ തലയിൽ കൈവെക്കണം, ഉമ്മയുടെ തല ചുംബിക്കണം, ബാപ്പയുടെ തല ചുംബിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, നാഥാ എന്നെ വളർത്തിയവ, എന്നെ പ്രസവിച്ചവള, അതുകൊണ്ട് നീ അവർക്ക് പൊറുക്കണേ, ഹൈർ ചെയ്യണേ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്ത് എൻ്റെ മാതാപിതാക്കളെ നീ പ്രവേശിപ്പിക്കണേ എന്ന് ഓരോ സേവനങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ വിളിയിലും, ഓരോ സംസാരത്തിലും ആ ഉമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പാപമോചനം തേടുന്ന മക്കളാണ് പ്രിയപ്പെട്ടവരെ ആ മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവരെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ അത്ഭുതമായിട്ടാ നമ്മൾക്ക് തോന്നുന്നത്. കാരണം നമ്മുടെയൊന്നും ആരുടെയും വീടുകളിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അല്ലേ? ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന ആ പക്വതയിലും ബഹുമാനത്തിലും ആദരവിലും സ്വന്തം ഉമ്മയോടും ഉപ്പയോടും സംസാരിക്കാത്ത മക്കളാ. ഏത് പ്രായത്തിൽ? മാതാപിതാക്കൾക്ക് പ്രായമെത്തുമ്പോ, വാർദ്ധക്യമെത്തുമ്പോ, അവരുടെ ആരോഗ്യ സമയത്ത് നമ്മളാരും എതിര് പറയാൻ നിൽക്കില്ല, തർക്കിക്കാൻ നിൽക്കില്ല. പക്ഷേ അവർക്ക് നമ്മളൊരു ആശ്രയമായി തീരുന്ന ആ പ്രായത്തിലെത്തുമ്പോൾ ആ സമയത്ത് അവരെ ചവിട്ടി മതിക്കുന്നത് അല്ലേ സഹോദരങ്ങളെ? അല്ലേ? ആ നിലക്കാ പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നത്. എല്ലാ സ്ഥലത്തും പ്രിയപ്പെട്ടവരെ നാം ഈ വിഷയം ഗൗരവത്തോടുകൂടി മനസ്സിലാക്കണം എന്നതാണ് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതേപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ ഈ നിലക്ക് അവരോട് നന്മയിൽ വർത്തിക്കുന്നില്ല എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, റിളല്ലാഹു ഫീ റിളൽ വാലിദൈൻ, അള്ളാഹ്ക്ക് നിന്നോട് ഇഷ്ടം വേണോ, തൃപ്തി വേണോ നിന്നെക്കുറിച്ച്, ആ ഉമ്മയും ഉപ്പയും നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞേ പറ്റൂ, നല്ലത് പറഞ്ഞേ പറ്റൂ. അതല്ലെങ്കിലോ വസുഖ്തുല്ലാഹ് ഫീ സുഖ്തിൽ വാലിദൈൻ, അള്ളാഹുവിൻ്റെ കോപം ഉമ്മയുടെ ഉപ്പയുടെ കോപത്തിലാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹ്ക്ക് ഇഷ്ടം വേണമെങ്കിൽ, അള്ളാഹിൻ്റെ പൊരുത്തം വേണമെങ്കിൽ
ഈ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് പോയിട്ടാണെങ്കിൽ, അവരുടെ സമീപത്ത് നിന്നിട്ടാണെങ്കിൽ, പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എങ്ങനെയാണോ മാതാപിതാക്കൾക്ക് സന്തോഷം വരുന്നത്, നമ്മൾക്കത് പറഞ്ഞാലും വിശദീകരിച്ചാലും മതിയാകുന്നില്ല. മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും ഈ ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ചത് വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയോ പരാജയപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമ്മൾക്ക് തോന്നുകയാണ്. അത്ര അവരുടെ കാലിൻ്റെ ചുവട്ടിൽ കിടന്നിട്ടെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ വീട്ടിലെ സ്വർഗത്തിൻ്റെ 2 കവാടങ്ങളാണത്. നമ്മൾക്ക് അല്ലാഹു തആല നൽകിയ സ്വർഗത്തിന് 2 വാതിലുകളാണത്. ആ വാതിലുകൾ നഷ്ടപ്പെടുമ്പോഴാ അതിൻ്റെ വില നമ്മൾക്ക് മനസ്സിലാവുക, അല്ലേ? നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ നോട്ടം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട്, നമ്മൾ നമ്മുടെ ഭാര്യയോട് പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങൾ കൊണ്ടും നമ്മുടെ ഉമ്മയും ഉപ്പയും അതൊന്നും അറിഞ്ഞിട്ടില്ല, അവർക്ക് വേദന വന്നിട്ടില്ല എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യവും നമ്മൾ ആ നിലയ്ക്ക് മനസ്സിലാക്കാൻ പാടില്ല. എല്ലാം അവർക്കറിയാം, എല്ലാം അറിയാം, എല്ലാം അറിയുന്നു. അറിയാത്തവരെ പോലെ നമ്മുടെ കൂടെ അവർ ജീവിക്കുന്നു എന്ന് മാത്രമാണ് നാം ഗൗരവത്തോടു കൂടി അറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്ര ഹദീസുകളിലുണ്ട്, ജിഹാദിന് വരുന്ന സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ സഹാബി പറയാണ്, റസൂലേ, ഞാൻ ജിഹാദിന് വേണ്ടി താങ്കളോടൊപ്പം വരാൻ താല്പര്യപ്പെടുകയാണ്. പക്ഷേ ഞാൻ വേർപിരിയുന്നത് എൻ്റെ ഉമ്മയെ വല്ലാതെ കരയിപ്പിച്ചു, എൻ്റെ മാതാവിനെ വല്ലാതെ കരയിപ്പിച്ചു പോയിട്ടുണ്ട്. ആ നേരത്തും റസൂൽ പറയുന്നു, ഇർജി, നീ മടങ്ങണം, എന്നിട്ട് അവരെ ചിരിപ്പിക്കണം. കരയിപ്പിച്ച മകനല്ലേ നീ, അവരെ ചിരിപ്പിക്കൂ എന്ന് പറയുന്നു. ആ നിലയ്ക്ക് അവർക്ക് പോയി സന്തോഷം നൽകാനാ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഇതൊക്കെ സഹോദരങ്ങളെ, ഉമ്മയോടും ഉപ്പയോടും നാം കാണിക്കേണ്ട കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും പറയുന്ന ഹദീസുകളാണ്, അല്ലേ? ഒന്ന് മാത്രം പോരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 3 ആളുകളുടെ പ്രാർത്ഥന അതിന് അല്ലാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. സലാസു ദഅവാത്തിൻ യുസ്തജാബു ലഹുന്ന ലാ ശക്ക ഫീഹിന്ന, നിസ്സംശയം 3 പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അതിന് അല്ലാഹു ഉത്തരം ചെയ്യും. ഒന്ന് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണത്. 2 വദഅവത്തുൽ മുസാഫിരി, യാത്രക്കാരന്റെ പ്രാർത്ഥനയാണ്. 3 വദഅവത്തുൽ വാലിദി ലിവലദിഹി, മാതാപിതാക്കൾ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നേടിയിട്ടുണ്ടാകുമോ നമ്മളൊക്കെ? ലഭിച്ചിട്ടുണ്ടാകുമോ നമ്മൾക്കൊക്കെ? അല്ലേ? ഉമ്മ പ്രാർത്ഥിക്കുന്നു, ബാപ്പ പ്രാർത്ഥിക്കുന്നു, നാദാ എൻ്റെ മകൻ ദൂരനാട്ടിൽ ജോലിക്ക് പോയതാ, അവന് ഹൈറ് കൊടുക്കണേ, സ്വർഗം കൊടുക്കണേ, അവന് നന്മ ചെയ്യണേ എന്ന് ഒരു ഉമ്മാന്റെ പ്രാർത്ഥന കിട്ടിയ, ഒരു ബാപ്പയുടെ പ്രാർത്ഥന കിട്ടിയ എത്ര മകനുണ്ട് പ്രിയപ്പെട്ടവരെ. ആര് നോക്കാൻ, ആരാവശ്യപ്പെടാൻ, ആര് ശ്രദ്ധിക്കാൻ സഹോദരങ്ങളെ? ഈ പ്രാർത്ഥനയ്ക്കൊരു മറുവശം കൂടിയുണ്ട്. വദഅവത്തുൽ വാലിദി അലാ വലദി, മറ്റൊരു ഹദീസിൽ കാണാം, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയിൽപ്പെട്ടതാ ഉമ്മ ഉപ്പ മക്കൾക്കെതിരായി പ്രാർത്ഥിക്കല്. മക്കൾക്കെതിരായി പ്രാർത്ഥിക്കുന്നു. എത്ര മക്കൾ നശിച്ചു പോകുന്നു. വലിയ വീടുണ്ട്, വലിയ സമ്പത്തുണ്ട്, വലിയ ജോലിയുണ്ട്, എല്ലാ നിലക്കും സുഖത്തില, പക്ഷേ മനസ്സിൻ്റെ അകത്ത് ഒരു ദിവസം പോലും AC-യിൽ കിടന്നുറങ്ങുമ്പോഴും അവർക്ക് സുഖം ലഭിക്കില്ല. എന്തുകൊണ്ട്? മനസ്സിലെപ്പോഴും ഒരു കുത്ത് വീണിട്ടുണ്ടാകും. ഉമ്മക്കനോട് ഇഷ്ടമില്ലല്ലോ, എൻ്റെ ബാപ്പക്കനോട് ഇഷ്ടമില്ലല്ലോ, അല്ലേ? ആ മനുഷ്യൻ എവിടെ എത്തിയിട്ടെന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒരു ഉമ്മയും ഒരു ബാപ്പയും മക്കൾക്കെതിരെ പ്രാർത്ഥിക്കില്ല ഒരു കാലത്തും. പക്ഷേ പ്രാർത്ഥിച്ചു പോകലാണത്. അവർ പ്രാർത്ഥിക്കേണ്ടതില്ല, വാചകങ്ങൾ ഉരുവിടേണ്ട ആവശ്യമില്ല. മറിച്ചോ മകളുടെ നിരന്തരമായ ഉപദ്രവങ്ങൾ കൊണ്ട്, ശല്യങ്ങളെ കൊണ്ട് ആശ്വാസമായി മാറേണ്ട, തണലായി മാറേണ്ട മക്കൾ തന്നെ ശാപമായിട്ട് മാറുമ്പോൾ, കണ്ണിൽ നിന്ന് ചോര താഴേക്ക് വരുമ്പോൾ, ആ നെഞ്ചകം പൊട്ടിക്കൊണ്ട് ആകാശലോകത്തേക്ക് ചില പ്രാർത്ഥനകൾ മനസ്സുകളിൽ നിന്ന് ഉയർന്നു പോകുന്നുണ്ട്. ആകാശത്തിൻ്റെ കവാടങ്ങൾ എല്ലാം അതിലൊക്കെ അപ്പുറം കടന്നുകൊണ്ട് റഹ്മാനായ റബ്ബിങ്കലേക്ക് ആ പ്രാർത്ഥന എത്തിയിട്ട് മരിക്കുന്നതിൻ്റെ മുമ്പേ ആ പ്രാർത്ഥനയ്ക്ക് ഭൂമിയിൽ തന്നെ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ, ആ വിഷയം നമ്മൾ അറിയണം. എന്തുകൊണ്ടാ കുടുംബജീവിതം പറയുമ്പോൾ തന്നെ ഈ വിഷയം സൂചിപ്പിക്കുന്നത്? പല പുരുഷന്മാരും ഉമ്മയെയും ഉപ്പയെയും അവഗണിക്കുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ വിവാഹശേഷമുള്ള ജീവിതത്തിലാണ്, അല്ലേ?
കല്യാണം കഴിയുന്നത് വരെ, വിവാഹം കഴിയുന്നത് വരെ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി മരിച്ചവൻ, അവർക്ക് വേണ്ടി എന്തും ചെയ്തവൻ, കല്യാണം കഴിഞ്ഞ് എൻ്റെ കൂടെ ഒരു പെണ്ണെത്തുമ്പോഴത്തേക്ക് ആ ഉമ്മയെ മറന്നു പോവുകയാ, മക്കളാകുമ്പോഴത്തേക്ക് വീണ്ടും മറന്നു പോവുകയാ. അവനവൻ്റെ ഭാര്യ പറഞ്ഞതാണ് എപ്പോഴും സത്യം. ആ മാതാവിൻ്റെ വേദന അവൻ അറിയുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി വരുമ്പോൾ, രാത്രി തൻ്റെ റൂമിലേക്ക് വരുമ്പോൾ, വീട്ടിലേക്ക് വരുമ്പോൾ, ഈ ഏത് നിലക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വീട്ടിൽ നിന്ന് അനുഭവിച്ചാൽ തന്നെ അതൊക്കെ നല്ല ഒരു ഭാര്യയാണെങ്കിൽ പക്വതയോടുകൂടി, അതെല്ലാ നിലക്കും വിവേകത്തോടുകൂടി പെരുമാറി ഭർത്താവിനോട് അറിയിക്കേണ്ടത് അറിയിച്ച്, അറിയിക്കാൻ പാടില്ലാത്തത് അറിയിക്കാതെ നിന്ന് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിപ്പിക്കാത്ത ഭാര്യയാണൊരു നല്ല ഭാര്യ. ഇതോ പെരുപ്പിച്ച് കാണിച്ച് ഒരുപാട് കാര്യങ്ങൾ ദിവസേന എന്നോണം എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, നിങ്ങളോടൊപ്പം ഒരു കൂരയിൽ വേണമെങ്കിലും ഞാൻ താമസിക്കാമെന്ന് പറയുന്നു. ആ പറയുന്ന വാചകങ്ങളൊക്കെ കേട്ട് ഉമ്മയുടെ ബാപ്പയുടെ കുറ്റങ്ങൾ ഈ ഭാര്യ പറയുമ്പോഴത്തേക്ക് തൻ്റെ റൂമിൽ നിന്ന് തൻ്റെ ഉമ്മയുടെ സമീപത്തേക്ക്, ബാപ്പയുടെ സമീപത്തേക്ക്, ഒരു ശത്രുവിൻ്റെ സമീപത്തേക്ക് പോകുന്നത് പോലെ ആ നിലയ്ക്ക് ദേഷ്യത്തോടു കൂടി പോയി കയർത്ത് സംസാരിക്കുന്ന മക്കളാണ്. അല്ലേ സഹോദരങ്ങളെ? ഒരു കാലത്തും ആ നിലക്ക് നമ്മളായിത്തീരാൻ പാടില്ല. ഒരു കാലത്തും ആ നിലക്ക് മാതാപിതാക്കളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന മക്കളായിട്ട് നമ്മളാകരുത്. അതുകൊണ്ടാ നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്തു ഇസ്രായിലെ 23-24 വചനങ്ങളാണ്. അല്ലാഹ് പറയുന്നില്ലേ, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ, അല്ലാഹനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല നമ്മൾക്ക് വിധിച്ച ഒരു കാര്യമാണത്. നിന്റെ റബ്ബ് നിന്നോട് വിധിച്ചിരിക്കുന്നു, ഒരിക്കലും അവനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല പറയുന്നു. എന്നിട്ട് അല്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നുള്ള പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നീ നന്മ ചെയ്യണം, മാതാപിതാക്കളോട് നീ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, അവർക്ക് രണ്ടുപേർക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക്, മാതാപിതാക്കൾക്ക് രണ്ടാൾക്കും ഒന്നിച്ചോ അതല്ലെങ്കിൽ ഉമ്മക്കോ ബാപ്പക്കോ പ്രായമെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ, ആ സമയത്ത് അവരോട് നീ പറയരുത് ഉഫിൻ, ചീത്ത വാക്കുകളിൽ ഏറ്റവും നിസ്സാരമായത് പോലും അവരോട് പറയരുത്. ഛേ എന്ന വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ല. ആരോട്? ബാപ്പയോട്, ഉമ്മയോട്. ഛേ എന്ന വാക്ക് പോലും ഉപയോഗിക്കരുത് എന്ന് മലയാളി സമൂഹമേ നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഛേ മുതൽ അത് നമ്മൾ തുടങ്ങൽ പോകട്ടെ അല്ലേ, അത് അവസാനം പോലും അത് പറയരുത് എന്ന് അള്ളാന്റെ ഖുർആൻ പറയാം. നമ്മൾ ഇതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ തുടങ്ങൽ തന്നെ ഉമ്മയോട് പറയുമ്പോൾ. ഉമ്മക്ക് എന്തറിയാം, ബാപ്പക്ക് എന്തറിയാം, അവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങും തോന്നിവാസത്തിൻ്റെ സംസാരങ്ങളില്ലേ. ആരോട് പ്രിയപ്പെട്ടവരെ? പ്രസവിച്ച ഉമ്മയോട്, വളർത്തിയ ഉമ്മയോട്, വളർത്തിയ ബാപ്പയോട് നമ്മളിത് സംസാരിക്കുന്നു. അല്ലാഹ് പറയാണ്, വഖുൽ ലഹുമാ വലാ തൻഹർഹുമാ, അവരോട് നീ ഒരു നിലക്കും അവരെ വിരട്ടാൻ പാടില്ല. നോട്ടം കൊണ്ട് പോലും സംസാരം കൊണ്ട് പോലും അവരോട് നീ ഒരു നിലക്കും വിരട്ടുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടാകാൻ പാടില്ല. അവർക്ക് ആ രീതിയിൽ വേദന ഉണ്ടാകരുത്. നിന്റെ വീട്ടിലേക്ക് നിന്റെ കൂട്ടുകാർ വരുമ്പോൾ, അതിഥികൾ വരുമ്പോൾ, ഭാര്യയുടെ കുടുംബക്കാർ വരുമ്പോൾ നിനക്ക് തോന്നും ഉപ്പ അത്ര പോരാ, ഉമ്മ അത്ര പോരാ എന്ന് നിനക്ക് തോന്നും. ആ സമയത്ത് ആളുകൾ പല വീടുകളിലും കാണാം വലിയ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്, ഇതാ ഞാൻ വലിയൊരു വീട് നിർമ്മിച്ചു, അതിൽ വലിയൊരു റൂം തന്നെ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുത്തു, അതിൽ തന്നെ ബാത്റൂമും. ആളുകൾ കേൾക്കുമ്പോൾ വിചാരിക്കും ആ മാതാപിതാക്കളോടുള്ള പിരിശം അതിൻ്റെ അങ്ങേയറ്റത്തെത്തിയത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് എന്ന്. അല്ല, അതിൽ ഒതുങ്ങിക്കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ഗസ്റ്റ് വരുമ്പോൾ, ഒരു അതിഥി വരുമ്പോൾ അതാരാണ് എന്ന് ചോദിക്കാൻ പോലും മാതാപിതാക്കൾക്ക് അനുവാദം നൽകാത്ത മക്കളുണ്ട് അല്ലേ. അതിഥികൾ വരുമ്പോൾ ആ റൂമിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് അതിൻ്റെ കഥകടച്ച് ഇങ്ങോട്ട് നോക്കരുത്, വരരുത് എന്ന് മാതാപിതാക്കൾക്ക് താക്കീത് നൽകുന്നു. അവരനുസരിക്കുന്നു. എന്താ? എൻ്റെ മോന്, എൻ്റെ മോൾക്ക് ഈ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തോടു കൂടിയുള്ള എന്നെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ അവരെ പ്രയാസപ്പെടുത്തുന്നത്? ആ റൂമിലിരുന്ന് തേങ്ങിക്കരയുന്നത് നീ കേൾക്കുന്നില്ലെങ്കിലും അല്ലാഹു തആല അത് കേൾക്കുന്നു എന്ന് നീ മറക്കാതിരിക്കുക. എന്തിന് ചുളിഞ്ഞു? എങ്ങനെ അവരിങ്ങനെയായിപ്പോയി പ്രിയപ്പെട്ടവരെ അല്ലേ?
എന്തിന് അവരിങ്ങനെയായിപ്പോയി? നിന്നെ വളർത്തിയവർ നിനക്ക് എല്ലാ നിലക്കും നിനക്ക് സംരക്ഷണം തന്നു, നിനക്ക് വേണ്ടി ഒരുപാട് ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നു. നിനക്കൊരസുഖം വരുമ്പോൾ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, നിന്റെ കൂടെ നിന്റെ ഉമ്മയും കഴിക്കുന്നില്ല അല്ലേ? ഇതൊക്കെ ചെയ്തിട്ടാ അവർ തളർന്നു പോയത്. പലപ്പോഴും നമ്മൾ പല രീതിയിലും പ്രിയപ്പെട്ടവരെ വാർത്തകളൊക്കെ വായിക്കാറുണ്ട് അല്ലേ? ഒരു മകൻ്റെ കഥ വായിച്ചില്ലേ? ഒരു മകൻ തൻ്റെ മാതാവിനെ ബഹിഷ്കരിച്ചുകൊണ്ട് പോവുകയാണ്. ആ മാതാവിൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാ. എന്തിനാ ആ മകൻ ആ മാതാവിനെ ബഹിഷ്കരിച്ചത്? മാതാവിൻ്റെ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ മാതാവിനൊരു കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഈ മകന് വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ ഉന്നതമായ ജോലിയുള്ള, സമ്പത്തുള്ള ഈ മകന് വല്ലാത്തൊരു കുറച്ചിലായിട്ട് വരിക, വലിയ പ്രയാസമായിട്ട് തോന്നുക. അവൻ്റെ ആളുകൾക്ക് മുമ്പിൽ ഈ ഒരു കണ്ണ് മാത്രമുള്ള തൻ്റെ മാതാവിനെ പരിചയപ്പെടുത്താൻ അവന് താല്പര്യമില്ല. പലപ്പോഴും അവൻ മാതാവിനെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു, മാതാവിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു വേള ആ മകൻ്റെ വീട്ടിൽ ഒരു കത്ത് കാണുകയാണ്. ആ കത്തിലെന്താ എഴുതിയിരിക്കുന്നത്? ഇനി ഒരിക്കലും നിന്നെ പ്രയാസപ്പെടുത്താൻ നിൻ്റെ അടുത്തേക്ക് ഈ മാതാവ് വരില്ല മോനെ. പിന്നെ നീയൊന്നറിയണം, എൻ്റെ കണ്ണിനെക്കുറിച്ചല്ല നിനക്കെപ്പോഴും പരാതി. എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടാൻ കാരണം ചെറുപ്പത്തിൽ നിനക്ക് അസുഖം വന്ന് നിന്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ അന്ന് എൻ്റെ മകൻ ആ 2 കണ്ണും കാണുന്ന ഒരവസ്ഥയുണ്ടാകണം. ഒരു കണ്ണ് നഷ്ടപ്പെട്ട് ഒരു വികൃതമായ കോലത്തിൽ എൻ്റെ മകൻ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ ആശിച്ചുകൊണ്ട് എൻ്റെ ഒരു കണ്ണ് നിനക്ക് തന്നതാ. അതുകൊണ്ടാണ് എൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോകാൻ കാരണമെന്ന് ഈ മാതാവിൻ്റെ കത്ത ഈ മകന് വായിക്കുന്നത്. ഇതാ പ്രിയപ്പെട്ടവരെ ഉമ്മ, ഇതാ പ്രിയപ്പെട്ടവരെ ബാപ്പ. ലോകത്താരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? മാതാവ് ഉമ്മയോ ഉപ്പയോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ, ഉമ്മയോ ഉപ്പയോ പ്രയാസപ്പെട്ടതിൻ്റെ പേരിൽ കരഞ്ഞ് 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 കണ്ണുകൾക്ക് അന്ധത ബാധിച്ചത്. പക്ഷേ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ അല്ലേ? മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു പോവുകയാണ് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്. എന്നിട്ടോ വബിയല്ലത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ ഖലീം. ഖുർആൻ പറയാ, മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോ ആ സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട് ഒരു ബാപ്പയുടെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാ, അന്ധത ബാധിക്കുകയാ. അതാ ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹമതാ. മക്കളോ ഇതിൻ്റെ പകുതി പോകട്ടെ 100-1 പോലും മാതാപിതാക്കളോട് കാണിക്കുന്നില്ല. അവരോടാ പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാഹ് പറയുന്നത് വലാ തൻഹർഹുമാ, അവരെ നീ വിരട്ടാൻ പാടില്ലേ, നിന്റെ ഒരു നോട്ടം കൊണ്ട് പോലും ഉമ്മക്ക് വേദനിക്കാൻ പാടില്ല. നമുക്ക് തോന്നുക, ഞാൻ വിദേശത്തെത്തി, ഗൾഫിലെത്തി, കയ്യിൽ കുറേ കാശുണ്ട്, എനിക്ക് എല്ലാ നിലക്കും സൗകര്യമുണ്ട്, ഞാനാണ് ഉമ്മക്ക് ഉപ്പക്ക് പണം കൊടുക്കുന്നത്, ചെലവ് നോക്കുന്നത്, ഇതൊക്കെ തോന്നുമ്പോൾ ഞാൻ പറയുന്നത് പോലെ എൻ്റെ ഉമ്മ കേൾക്കണം, എൻ്റെ ബാപ്പ കേൾക്കണമെന്ന് തോന്നുക അല്ലേ? നീ ഇപ്പോഴും അവർക്ക് നീ മകൻ തന്നെയല്ലേ, മകൾ തന്നെയല്ലേ? നീ ആരുടെ മുമ്പിലാ? അതിഥികൾക്ക് മുമ്പിൽ വെച്ച് അല്ലെ ഒന്ന് പരിചയപ്പെടുത്താൻ പോലും നിനക്ക് മനസ്സ് തോന്നുന്നില്ല. എന്താ മനസ്സിലുള്ള തോന്നൽ? എൻ്റെ ഉമ്മക്ക് എൻ്റെ ഗസ്റ്റുകൾ, എൻ്റെ അതിഥികൾ സംസാരിക്കുന്ന ഭാഷ ഇവർക്കറിയില്ല. ഇവർ പഴയ സംസാരങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. ചോദിച്ചത് തന്നെ വീണ്ടും ചോദിച്ചിരിക്കാം അല്ലെ? ഒരിക്കൽ പേര് ചോദിക്കും, 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പേര് ചോദിക്കും. ഇതൊന്നും മക്കൾക്ക് പിടിക്കുന്നില്ല. സഹോദരങ്ങളെ, അന്തസ്സിലും അഭിമാനത്തിലും ആര് മുന്നിൽ വന്നാലും ഇതെൻ്റെ ഉമ്മയാണ്, ഇതെൻ്റെ ബാപ്പയാണ് എന്ന് അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി ആളുകൾക്ക് മുമ്പിൽ ഈ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുമ്പോൾ ആ മനസ്സിൽ എത്ര സന്തോഷങ്ങൾ ഉണ്ടാകും അല്ലേ? അതാണ് സആദത്ത്, അതാണ് സൗഭാഗ്യം. ആ ഉമ്മ ഉപ്പ മനസ്സുകൊണ്ട് പറയും, എൻ്റെ മകൻ ഉയരങ്ങളിലെത്തിയാലും എന്നെ എല്ലാവർക്കും മുമ്പിലും എനിക്കെൻ്റെ വില തരുന്നല്ലോ എന്ന് ആ ഒരു പ്രാർത്ഥന നമ്മൾക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ലഭിക്കും. അല്ലാഹു തആല ആ നിലക്കുള്ള നല്ല സന്താനങ്ങളായി നമ്മളെ വളർത്തുമാറാകട്ടെ. അല്ലാഹ് പറയുന്നു, വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായിട്ട് സംസാരിക്കണം അവരോട്. നമ്മൾക്കറിയാം സംസാരിക്കുന്ന ഇതൊക്കെ അല്ലേ? കൂട്ടുകാരോട്, സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, എല്ലാവരോടും സംസാരിക്കുന്നത് അറിയാം. ബാപ്പയോടറിയില്ല
അല്ലേ? ഉമ്മയോട് അറിയില്ല. ഭാര്യയോട് മണിക്കൂറുകളോളം നാട്ടിൽ സംസാരിക്കുന്ന ആളുകളാ, എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്. ഭാര്യയെ കണ്ടിട്ട് വേണം സംസാരിക്കാൻ, അല്ലേ? വീഡിയോ കോളിങ്ങിലൂടെ ഭാര്യയോട് കണ്ട് സംസാരിക്കുന്നു, മക്കളോട് കണ്ട് സംസാരിക്കുന്നു. എപ്പോഴാ സമയം തിരഞ്ഞെടുക്കുന്നത്? വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉറങ്ങുന്ന സമയം. എന്തിനാ? ശല്യമുണ്ടാകാൻ പാടില്ല, അല്ലേ? അവരെങ്ങാനും ചോദിച്ചു പോയാലോ? അപ്പൊ പറയും ഒന്ന് കൊടുത്തേക്ക് ഉമ്മയോട്, ആ ഉമ്മക്കൊന്ന് കൊടുത്തേര്, ബാപ്പക്കൊന്ന് കൊടുത്തേക്ക്. ആ സമയത്താ പറയുന്നത്. എത്ര? 2 മിനിറ്റ് തികച്ച് സംസാരിക്കാനില്ല. 2 മിനിറ്റ് തികച്ച് സംസാരിക്കാനില്ല നമ്മുടെ മാതാപിതാക്കളോട്. ഉമ്മക്കും ഉപ്പയ്ക്കും വസ്ത്രത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി പണം നൽകുന്നു. ആരുടെ കയ്യിൽ? ഭാര്യയുടെ കയ്യിലേക്കാ പണം പോകുന്നത്. ഇതൊരു ഔദാര്യമായിട്ട് ഭാര്യ മാതാപിതാക്കൾക്ക് നൽകുകയാ, അല്ലേ? വിറക്കുന്ന കൈകളോടെയാ മാതാപിതാക്കൾക്ക് ഈ ഭാര്യ മകന്റെ പണം നൽകുന്നത്. സഹോദരങ്ങളെ, എവിടെ എത്തിപ്പോയി? എവിടെ എത്തിപ്പോയി? ശപിക്കപ്പെട്ട മക്കളായിട്ട് മാറുന്നുവോ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി അറിയേണ്ടതുണ്ട്. സംസാരങ്ങളിൽ പോലും മാന്യത പാലിക്കാൻ അല്ല പറയുന്നു. അല്ല പറയുന്ന സമയമേതാ? ഉമ്മക്കും ഉപ്പക്കും പ്രായമെത്തുമ്പോൾ. അപ്പോഴാ നീ അവരോട് നല്ല നിലക്ക് സംസാരിക്കേണ്ടത്, ചെയ്യുന്ന പോലും പറയാതിരിക്കേണ്ടത്, അവരെ വിരട്ടാതിരിക്കേണ്ടത്, അതേപോലെ തന്നെ എല്ലാ നിലക്കും പരിഗണന നൽകേണ്ടത്. വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, നിന്റെ കാരുണ്യത്തിൻ്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം. ഇതിനേക്കാൾ അപ്പുറം പറയാനില്ല. അവർക്ക് നീ നിന്റെ കാരുണ്യത്തിൻ്റെ ചിറക് താഴ്ത്തി വെച്ചു കൊടുക്കണം. അവർക്ക് പ്രായമെത്തുമ്പോൾ നീ ഒരു തണലായിട്ട് മാറണം. അതുകൊണ്ടാ തുടക്കത്തിലേ പറഞ്ഞത്. അവരാവശ്യപ്പെടുകയാണ്, നമ്മൾ വേണം മോനെ, നീ നാട്ടിലേക്ക് വരണം, എനിക്ക് ആവശ്യമാണെന്ന് പറയുമ്പോൾ പോയേ പറ്റൂ. അത് നിർബന്ധമാണ്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പിന്നെ ആലോചിക്കാനില്ല. അവരെ സന്തോഷിപ്പിക്കുക, അതിലാ അള്ളാഹ് ഖൈറ് തരുന്നത്. എല്ലാ നിലക്കും ഉമ്മക്ക് നമ്മുടെ സംരക്ഷണം വേണം, അല്ലേ? ഇത് നമ്മൾക്ക് ഒരു നിലക്കും മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ സഹോദരങ്ങളെ കഴിയുന്നില്ല. എന്നിട്ടോ വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, നീ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, നാദാ ചെറുപ്പത്തിൽ എനിക്ക് ഖൈറ് ചെയ്തു തന്നതുപോലെ അവരോട് നീ എല്ലാ നിലക്കും റഹ്മത്ത് കാണിക്കണേ എന്ന്. എന്തിനാ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്? നമ്മൾ കോടിക്കണക്കിന് റിയാൽ കൊടുത്താലും ഈ പ്രാർത്ഥനയ്ക്ക് പകരാകൂല. നമ്മൾ വീട് കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ അതൊന്നുമല്ല അവർക്ക് വേണ്ടത്. അവർ നമുക്ക് വേണ്ടി ചെറുപ്പത്തിൽ സഹിച്ച ത്യാഗത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് പോലും എത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹിനോട് പറയുന്നത്, നാദാ ഇതൊന്നും പകരമാകില്ല എന്ന് എനിക്കറിയാം റബ്ബേ. അതുകൊണ്ട് നിന്നോടാ ഞാൻ പറയുന്നത്, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, അള്ളാഹ് അവർക്ക് നീ ഖൈറ് കൊടുക്കണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കളായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് മാറാൻ സാധിക്കണം. അതല്ലാതെ അവരെ വാക്കുകൾ കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കഠിനമായി നമ്മൾക്ക് നൽകുന്നൊരു താക്കീതുണ്ട്. ഏത് തെറ്റിനും ശിക്ഷ നാളേക്ക് വേണ്ടി അള്ളാഹ് മാറ്റിവെക്കാം. ഇല്ലാ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ്റെ ശിക്ഷ അള്ളാഹ് അങ്ങനെ മാറ്റിവെക്കുന്ന ഒരു രംഗമുണ്ടാകില്ല. ഉമ്മയെ വേദനിപ്പിച്ച, ബാപ്പയെ വേദനിപ്പിച്ച ഒരാൾക്ക് പരലോകത്തേക്ക് ശിക്ഷ നീട്ടിവെക്കുന്ന ഒന്ന് അള്ളാഹ്ക്കില്ല. മറിച്ചോ فإن الله يعجله لصاحبه في الحياة قبل الممات, ആ ശിക്ഷ فإن الله يعجله لصاحبه, ആ മനുഷ്യനെ ധൃതി കൂട്ടി അള്ളാഹ് തരും, പെട്ടെന്ന് കൊടുക്കുക അള്ളാഹ്. ഫിൽ ഹയാത്തി, ഈ ദുനിയാവ് തന്നെ, ഖബല മമാത്ത്, അവൻ്റെ ഖബല മൗത്തി, അവൻ്റെ മരണത്തിന് മുമ്പ് തന്നെ അള്ളാഹ് അവൻ്റെ ശിക്ഷ കൊടുത്തിരിക്കും. പരലോകത്തേക്ക് ബാക്കിയുണ്ട് താനും, ദുനിയാവിൽ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കുക ഈ വിഷയം. ഉമ്മയെ ബാപ്പയെ വേദനിപ്പിച്ച മനുഷ്യൻ ഈ ദുനിയാവിൽ തന്നെ ഏതെങ്കിലും നിലക്ക് അത് അനുഭവിച്ചേ മതി. അവൻ്റെ മക്കളിലൂടെ, അവൻ്റെ ഭാര്യയിലൂടെ, അവൻ്റെ സമ്പത്തിലൂടെ, ഏത് നിലക്കാണോ അത് വരുന്നത് നമ്മൾക്കറിയില്ല അവരെന്താ പ്രാർത്ഥിച്ചത് എന്ന്. ആ പ്രാർത്ഥനക്കനുസരിച്ചാണ് വരുന്നത്. ഹദീസിൽ വായിച്ചതല്ലേ നമ്മൾ, അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ കേട്ടതാ. മഹാനായ ജുറൈജിൻ്റെ സംഭവം അല്ലേ, പല തവണ നിങ്ങളെ കേൾപ്പിച്ചതാ. നിരന്തരമായി റബ്ബിനോട് ആരാധനകളിലൂടെ അടുത്ത ജുറൈജ് എന്ന മഹാനായ സ്വാലിഹായ മനുഷ്യൻ നമസ്കരിക്കുന്ന വേളയിൽ ഉമ്മ വിളിക്കുന്നു,
ജുറൈജ് പേടിക്കുന്നു, നാദാ ഉമ്മയാ വിളിക്കുന്നത്, നിസ്കാരത്തിലാ ഞാൻ, നിനക്ക് വേണ്ടിയുള്ള നിസ്കാരം പൂർത്തിയാക്കണോ, ഉമ്മക്ക് ഉത്തരം നൽകണോ? ജുറൈജ് നമസ്കാരത്തിൽ തുടർന്നു. ഉമ്മ തിരിച്ചുപോയി. പിറ്റേ ദിവസവും നിസ്കാരത്തിലായിരിക്കുമ്പോൾ വിളിക്കുന്നു, ഉമ്മക്ക് ഉത്തരം കൊടുത്തില്ല. പിന്നെയും പിറ്റേ ദിവസം വന്ന് വിളിക്കുന്നു, അപ്പോഴും ഉമ്മക്ക് ഉത്തരം കൊടുത്തില്ല. നിസ്കാരം തുടർന്നു. ആ ജുറൈജിന്റെ മാതാവ് പ്രാർത്ഥിച്ചു പോയില്ലേ സഹോദരങ്ങളെ, നാദാ ഒരു വേശ്യയെ കൊണ്ടെങ്കിലും എൻ്റെ മോനെ നീ ഒന്ന് പരീക്ഷിക്കണേ എന്ന് ജുറൈജിന്റെ മാതാവങ്ങ് പ്രാർത്ഥിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുമ്പോൾ ജുറൈജിന്റെ ഈ ഇബാദത്ത് നാട്ടിൽ ചർച്ചയാകുന്നു. കുന്നിന് മുകളിൽ ഈ കൂര കെട്ടി, ഈ ടെന്റ് കെട്ടി ഇബാദത്തിൽ ഏർപ്പെടുന്ന ജുറൈജിന്റെ സംഭവം നാട്ടിലാകെ എല്ലാവരും അറിഞ്ഞു. ജുറൈജിനെ പിഴപ്പിക്കാൻ പല വഴികളും നോക്കി, ആർക്കും കഴിയുന്നില്ല. ആ സമയത്ത് ഒരു വേശ്യപ്പെണ്ണ് പറയുന്നത്, ജുറൈജിനെ ഞാൻ പിഴപ്പിച്ചു കൊള്ളാം, നിങ്ങളുടെ സഹായം തന്നാലും മതി. നാട്ടുകാരുടെ എല്ലാവിധത്തിലുള്ള സഹായത്തിലും ഈ വേശ്യപ്പെണ്ണ് ജുറൈജിന്റെ സമീപത്തേക്ക് പോയി പല നിലക്കും അഴിഞ്ഞാടാൻ തുടങ്ങി. ജുറൈജ് ആ ഇബാദത്തിൽ തന്നെ മുഴുകുകയാണ്. ഈ പെണ്ണിന് തോന്നി, ജുറൈജിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നിയപ്പോൾ ഒരാട്ടിടയനുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ഗർഭം ചുമന്ന ഈ പെണ്ണ് നാട്ടുകാരോട് മുഴുവനും പറഞ്ഞു, ജുറൈജിന്റെ കുട്ടിയാ എൻ്റെ വയറ്റിലുള്ളത് എന്ന്. കുഞ്ഞിനെ പ്രസവിച്ചു. ആളുകൾ വന്നു, ജുറൈജിന്റെ ഈ ടെന്റ്, ഈ ഖൈമ തച്ചുടക്കുകയാണ്, എല്ലാം പൊളിച്ചു കളയുന്നു, ജുറൈജിനെ പ്രയാസപ്പെടുത്തുന്നു. ജുറൈജ് പറഞ്ഞു, എനിക്കൊരു അവസരം എന്താ 2 റക്അത്ത് നമസ്കരിക്കാൻ. ജുറൈജ് നമസ്കരിക്കുന്നു. ആ കുട്ടിയെ വിളിക്കുന്നു, ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ കുഞ്ഞിനോട് സംസാരിക്കുന്നു. ജുറൈജ് ചോദിക്കുകയാണ് ആ കുഞ്ഞിനോട്, നിന്റെ ബാപ്പയാരാ? ആ തൊട്ടിലിൽ കിടക്കാൻ മാത്രം പ്രായമുള്ള ആ കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ്, ആ ആട്ടിടയനാണ് എൻ്റെ പിതാവ് എന്ന്. ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ ജുറൈജിന്റെ സത്യാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു, ആ നിസ്കാരത്തിലായിരിക്കുന്ന സമയത്ത് ഉമ്മ വിളിച്ചപ്പോൾ വിളി കേൾക്കാത്ത നേരത്ത് ഉമ്മയോട് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ആ പ്രാർത്ഥന ഒരു നിമിഷ നേരങ്ങൾക്കെങ്കിലും ജുറൈജിന്റെ ജീവിതത്തിൽ അത് പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. ഇതാ സഹോദരങ്ങളെ മാതാക്കൾ, ഇതാ പിതാക്കൾ. അതുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് പോലും, അത് നമസ്കാരത്തിലായിരിക്കുന്ന നേരത്ത് പോലും ഉമ്മയോ ബാപ്പയോ വിളിച്ചാൽ ഞാൻ നിസ്കാരത്തിലാണ് എന്നുള്ള ഒരു അടയാളം അവരെ നമ്മൾ കേൾപ്പിക്കണം. ഒരു അല്ലാഹു അക്ബർ ഒന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ, ആ ദിക്റൊന്ന് ഉറക്കെ പറഞ്ഞ് അവരെ ഒന്ന് അറിയിക്കുക, ഞാൻ നിസ്കാരത്തിലാണ്. പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇത് നമ്മൾ പലപ്പോഴും ഇത്രത്തോളം ഇസ്ലാം ഇതിന് ഗൗരവം നൽകിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതിന് നേരെ വിപരീതമായിട്ടാണ് നടക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ ഖുൽനാ ബലാ യാ റസൂലല്ലാഹ് ഖാല അൽ ഇശ്റാകു ബില്ലാഹ് വഉഖൂഖുൽ വാലിദൈൻ. ഏറ്റവും വലിയ പാപങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിക്കട്ടെ സ്വഹാബത്തെ. അതേ റസൂലേ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുന്നു, അൽ ഇശ്റാകു ബില്ലാഹ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യല. പിന്നെയോ വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് ധിക്കാരം കാണിക്കല, അല്ലേ, ഉമ്മക്കുപ്പക്ക് അനുസരണക്കേട് കാണിക്കല. ആ ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ തെറ്റ്, അതിനേക്കാൾ വലിയൊരു തെറ്റില്ല. അതുകൊണ്ട് ദുനിയാവിന് തന്നെ ആ മനുഷ്യൻ അല്ലാഹു തആല ശിക്ഷ നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ എന്ന്. എന്തിനാണ് ആമീൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? എൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ബഅദു മൻ അദ്റക അബുവൈഹി ഇൻദൽ കിബരി അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. അല്ലേ, ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാളുമുണ്ട്, അതിലാരെങ്കിലുമുണ്ട്, അവർക്ക് പ്രായമെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ മാതാപിതാക്കളെ നോക്കുന്നതിലൂടെ സ്വർഗം നേടാൻ കഴിയാത്ത മക്കൾ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദ് ആമീൻ ഫഖുൽതു ആമീൻ. മുഹമ്മദേ, പ്രാർത്ഥനക്ക് ആമീൻ പറ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ജിബ്രീൽ പ്രാർത്ഥിക്കുക, നമ്മുടെയൊക്കെ വീട്ടിൽ ഉമ്മ ഉണ്ട്, ഉപ്പ ഉണ്ട്, അവർക്ക് പ്രായത്തിട്ടുണ്ട്, ആ മാതാപിതാക്കളെ പരിചരിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലം സ്വർഗമാണ്. പരിചരിക്കാതിരുന്നാലോ നഷ്ടപ്പെട്ടു പോകുന്നത് ആ സ്വർഗമാണ്. ആ സ്വർഗം ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ഒരു അലംഭാവം കൊണ്ട്, നമ്മുടെ ഒരു അലസത കൊണ്ട്.
ആ മനുഷ്യൻ സ്വർഗം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ജിബ്രീൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അവൻ നശിച്ചു പോകട്ടെ എന്ന്. ആരാ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞത്? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഒരു വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ, ആമീൻ പറയുന്നത് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യൻ അഷ്റഫുൽ ഖൽഖ് അല്ലേ? പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞു. അള്ളാഹ് സ്വീകരിക്കൂലേ പ്രിയപ്പെട്ടവരെ? ഇത് എത്ര മക്കൾക്ക് ഈ ശാപങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങൾ കാരണത്താൽ ഭാര്യ എന്ന നിലക്ക് ഭർത്താവിനെ മാതാപിതാക്കൾ അനുസരിക്കുന്ന വിഷയത്തിൽ അവരെ സഹായിക്കേണ്ടതിന് പകരം ആ ബന്ധങ്ങൾ തകർക്കാനും ആ ബന്ധങ്ങൾ വലിച്ചെറിയാനും നിങ്ങളുടെ സംസാരം കാരണമായി തീരുന്നുവെങ്കിൽ എത്ര ഗുരുതരമായ പാപമാണ് സഹോദരിമാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളും ആലോചിക്കേണ്ടതുണ്ട്. ഈ സംസാരങ്ങൾ കേട്ട്, ഭാര്യയുടെ ഈ സംസാരങ്ങൾ കേട്ട് ഈ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന പുരുഷന്മാരുമില്ലേ, സഹോദരന്മാരുമില്ലേ, എന്തു വലിയ പാതകമാണ് ചെയ്യുന്നത് എന്ന് സഹോദരങ്ങളെ നാം അറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ശാപമാണ് അത്തരം ആളുകൾക്ക് ലഭിക്കുന്നത്. മാസങ്ങളോളം ആ മാതാവിൻ്റെ വയറ്റിൽ കിടക്കുന്നു. എത്ര വലിയ പ്രയാസമാണ് സഹിക്കുന്നത് അല്ലേ? അതേപോലെ തന്നെ പ്രസവ സമയത്ത് മരണസമാനമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു. പ്രസവശേഷവും നിനക്ക് മുലകുടി പ്രായത്തിൽ നിനക്ക് മുല തന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് നീ എന്തൊക്കെ നിനക്ക് വേണ്ടി അവർ സഹിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരം ക്ഷീണിക്കുന്നു, പ്രയാസപ്പെടുന്നു, എല്ലാ നിലക്കും പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഉറക്കം നഷ്ടപ്പെടുന്നു അല്ലേ? ആരോഗ്യത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം ആ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ഉമ്മ, മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ബാപ്പ, അവർ പ്രായമെത്തി വലുതായി പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ അവർക്കുമേൽ മേൽക്കോയ്മ കാണിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും അവർക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ചെറുപ്പകാലത്ത് എന്താവശ്യപ്പെടുമ്പോഴും അവർ നമ്മൾക്ക് സന്തോഷത്തോടു കൂടിയ അതൊക്കെ ചെയ്തു തന്നത്. പക്ഷെ നീ വലുതാകുമ്പോൾ എല്ലാത്തിനും കണക്ക് പറയാൻ തുടങ്ങി, എല്ലാത്തിനും വില പറയാൻ തുടങ്ങി, എല്ലാത്തിനും കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അല്ലേ? വീട്ടിൽ കുറേ മക്കളുണ്ട്, നമ്മൾക്ക് അനുജന്മാരും ജ്യേഷ്ഠന്മാരുമുണ്ട്. പക്ഷെ ബാപ്പ നിന്നെയാ വിളിക്കുന്നത് ഗൾഫിലേക്ക്, ഉമ്മ നിന്നെയാ വിളിക്കുന്നത്. അവർക്ക് ആവശ്യം വരുമ്പോൾ അവരെല്ലാവരെക്കാളും നിനക്കാ ഒരു പ്രാധാന്യം നൽകുന്നത്. എന്തിനാ? നിന്നോടത് പറയുന്നു. അവർക്ക് അപ്പോഴാ മനസ്സിന് സമാധാനം ലഭിക്കുന്നത്. നീ എന്താ തിരിച്ചു ചോദിക്കുന്നത്? നീ എന്താ നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത്? എന്തേ ഞാൻ തന്നെ കൊടുക്കുന്നത്? അവരൊക്കെ ഇല്ലേ? എന്തേ നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ തന്നെ ഇങ്ങനെ കൊടുക്കുന്നത്? നിങ്ങളാ ഉപ്പയെ ചീത്തയാക്കുന്നത്, നിങ്ങളാ ഉമ്മയെ ചീത്തയാക്കുന്നത്. അനുജന്മാരില്ലേ നിങ്ങൾക്ക്? ജ്യേഷ്ഠന്മാരില്ലേ നിങ്ങൾക്ക്? അവരും കൊടുക്കണ്ടേ? നിങ്ങൾ മാത്രം കൊടുത്താൽ മതിയോ? ഞങ്ങളുമില്ലേ, ഞങ്ങൾക്കും ജീവിക്കണം. മക്കളില്ലേ, അവർക്കും ജീവിക്കണം അല്ലേ? വാശി പിടിക്കുക. അപ്പോൾ ഈ സാധു അതിൽ വീണു പോകുക. സഹോദരന്മാരെ, ഏത് നിലക്കും എനിക്കിതെങ്ങനെയാണോ നിങ്ങളോടിത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെ വീട്ടിലെ അവസ്ഥ ഓരോരുത്തർക്കറിയാം. പക്ഷേ വല്ലാഹി അള്ളയാണ് സത്യം. ഈ വിഷയം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി ഈ വിഷയം ഓരോന്നും വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് മലയാളത്തിൽ നമ്മളോട് എങ്ങനെ പറഞ്ഞാലും ഈ ആയത്തും ഹദീസും അള്ളയും അള്ളാന്റെ റസൂലും പറഞ്ഞ ആ നിലക്ക് പറയാൻ കഴിയുന്നില്ല. നമ്മൾ പരാജയപ്പെട്ടു പോയവരാ. അതുകൊണ്ട് ഓരോരുത്തരോടും, ഇത് കേൾക്കുന്ന ഓരോ സഹോദരനോടും സഹോദരിയോടും പറയാനുള്ളത്, ഒരു ചെറിയ വാക്ക് കൊണ്ടെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിച്ചെങ്കിൽ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞിട്ട് നമ്മുടെ തടി നമ്മുടെ ശരീരം പടച്ചറബിൻ്റെ നരകത്തിൽ നിന്ന് നാം കാത്തുകൊള്ളണമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് വേണ്ടിയും, ലോകത്ത് ഒരാൾക്ക് വേണ്ടിയും മാതാവിൻ്റെ ഉമ്മയുടെ ശാപം നമ്മൾ ഏറ്റുവാങ്ങാൻ പാടില്ല. അത് നമ്മൾക്ക് സഹിക്കില്ല, അത് നമ്മൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാർ അവർ നമ്മളെ പഠിപ്പിച്ചതെന്താ? അവരുടെ ജീവിതം എന്താ? പകൽ സമയങ്ങളിൽ ഉമ്മയുടെ മുന്നിൽ നടക്കുന്നില്ല, ബാപ്പയുടെ മുന്നിൽ നടക്കുന്നില്ല. എന്തുകൊണ്ട്? അതൊരു ബഹുമാനത്തിന് കേടുവരുന്നതാണോ എന്ന് അവർ പേടിക്കുകയാ അല്ലേ? ഒരു അദബ് കേടായിട്ട് അവർ കാണുകയാ. രാത്രി മാതാപിതാക്കളുടെ മുന്നിൽ നടക്കുന്നു. എന്തിനാ? ഒരു അപകടം വരുമ്പോൾ അത് ഞങ്ങൾക്ക് വരട്ടെ, എൻ്റെ ഉപ്പക്കത് സംഭവിക്കാൻ പാടില്ല, എൻ്റെ ബാപ്പക്കത് സംഭവിക്കാൻ പാടില്ല അല്ലേ? ഇതാ അവർ ചിന്തിക്കുന്നത്. നമ്മളോ
ഭാര്യയ്ക്കൊരു ചെറിയ തലവേദന വരുമ്പോൾ നമ്മുടെ കാറും എടുത്ത് നമ്മൾ പോകുകയാണ്, എവിടേക്കും പോകുകയാണ് അല്ലേ? ഉമ്മക്കും ഉപ്പക്കും അസുഖം വരുന്നു, 2 ദിവസം വീട്ടിൽ നമ്മൾ ആരും കൊണ്ടുപോയിട്ടില്ല ഹോസ്പിറ്റലിൽ, അവർ സഹിച്ചു. പക്ഷെ സഹികെട്ടപ്പോൾ വേദന സഹിക്കാതെ വരുമ്പോൾ നമ്മളെ വിളിക്കുകയാണ്, ഒന്ന് വരുമോ അല്ലേ? നമ്മൾ ജോലി തിരക്കില്ല, എന്താ പറയുന്നത്? നമ്മൾ ഭാര്യയെ വിളിച്ച് പറയാണ്, അതാ നീ അപ്പുറം ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ച് ഉമ്മയെ കൊണ്ടുപോയിക്കോ, ബാപ്പയെ കൊണ്ടുപോയിക്കോ. ആ നിലക്ക് എല്ലാ നിലക്കും അവർക്ക് തോന്നാ അവഗണന ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാതാപിതാക്കൾക്ക് തോന്നുന്ന നിലക്ക് ആ സഹോദരങ്ങളെ സംഭവിക്കുന്നത്. നാട്ടിൽ നിന്ന് ഭാര്യ വിളിക്കുമ്പോൾ എന്തിനാ നാട്ടിലേക്ക് പോയി തിരിച്ചു വന്ന്, വളരെ പെട്ടെന്ന് നീ എന്തിനാ നാട്ടിലേക്ക് പോയത്? ഭാര്യ ഒരു സ്വസ്ഥത തരുന്നില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകണം പോലും. ഭാര്യയുടെ 4 ഫോണ് വരുമ്പോൾ നാട്ടിലേക്ക് എത്ര ടിക്കറ്റ് ആണെങ്കിലും അല്ലേ കുതിക്കുന്ന ഭർത്താക്കന്മാർ. ഉമ്മ വിളിച്ചാലോ ബാപ്പ വിളിച്ചാലോ എന്തൊക്കെയാണ് നമ്മൾ തന്ത്രം പറഞ്ഞ് ഒഴിവാകുന്നത് അല്ലേ? ഓരോരുത്തരും വിലയിരുത്തിക്കോ, ഓരോരുത്തരും പഠിച്ചു വെച്ചോ, എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയുള്ള മകനാണോ ഞാൻ, എൻ്റെ മാതാവിൻ്റെ തൃപ്തിയിലൂടെ അള്ളാൻ്റെ തൃപ്തി കിട്ടിയ ഒരു മകനാണോ മകളാണോ ഞാനെന്ന് ഓരോരുത്തരും സഹോദരങ്ങളെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. അലി ഇബ്നു ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടാൻ താല്പര്യമുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ കൈ വെക്കില്ല. എന്തിനാ വെക്കാത്തത്? ഉമ്മ വിചാരിച്ച ഭക്ഷണം ഞാൻ എടുത്തു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉമ്മ കഴിക്കുമ്പോൾ ഉമ്മക്ക് ശേഷമാ ഭക്ഷണത്തളികയിലേക്ക് ഞാൻ എൻ്റെ കൈവെക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്, ഇതാ എനിക്ക് ഖുർആൻ ഓതുന്ന സമയത്ത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വ ഇന്ന ഉമ്മി, എൻ്റെ ഉമ്മയാകട്ടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നെ കാത്തിരിക്കുന്നു. ഞാനാണെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, ഞാൻ എന്തിനാ പ്രാധാന്യം നൽകേണ്ടത്? അദ്ദേഹത്തോട് പറയാണ്, നീ ആ സമയത്ത് ഖുർആൻ ഓതുന്നതോടെ മാറ്റിവെച്ചുകൊണ്ട് ഉമ്മയോടൊപ്പം നീ ആശ കഴിക്കുക, രാത്രി ഭക്ഷണം കഴിക്കുക, ഉമ്മിക്, നിന്റെ ഉമ്മയോടൊപ്പം. അതെത്രത്തോളം സന്തോഷമുണ്ടെന്നറിയുമോ? നിന്റെ ജീവിതത്തിൽ ഒരു നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞു, പിന്നീടുള്ള ഹജ്ജുകളൊക്കെ സുന്നത്തായ ഹജ്ജുകളാണല്ലോ. ആ ഹജ്ജിനേക്കാൾ ഈ ഖുർആൻ പാരായണത്തെക്കാൾ നിനക്ക് കൺകുളിർമ ലഭിക്കുന്നത്, എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നിന്റെ ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കലിലാണ് അല്ലേ? അതുപോലും അത്രത്തോളം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അത് ശീലിച്ചു കഴിഞ്ഞു, പ്രാർത്ഥിച്ചു, അവർ ജീവിതത്തിൽ അത് നടപ്പാക്കി കഴിഞ്ഞു. എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലേ? ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി വീട് വിട്ട് പുറത്തിറങ്ങും, എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിക്കും. ഓരോ ഹദീസുകൾക്ക് വേണ്ടിയും യാത്ര പോകുമ്പോൾ, ജീവിതത്തിൻ്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും യാത്രയിലായിരിക്കുമ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ സലാം പറഞ്ഞ് റഹ്മക്കല്ലാഹ് അല്ലേ, മാതാപിതാക്കൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും അല്ലേ, ഉമ്മയോടാണ് റഹ്മക്കില്ല, അള്ളാഹിനോട് പറയും, എൻ്റെ ഉമ്മ നിങ്ങൾക്ക് അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറയും. കമാ റബ്ബൈതനി സഗീറ, എന്നെ ചെറുപ്പത്തിൽ നിങ്ങൾ വളർത്തിയതുപോലെ, അഥവാ ഉമ്മക്ക് വേണ്ടി ഉപ്പക്ക് വേണ്ടി തൻ്റെ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട പ്രിയപ്പെട്ടവരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസുകൾ ശേഖരിക്കാൻ യാത്രക്ക് പോകുന്നത്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴോ വീട്ടിലേക്ക് കയറി, സ്വന്തം വീട്ടിലല്ല ഉമ്മാൻ്റെ വീട്ടിൽ കയറി ഉമ്മയോട് സലാം പറഞ്ഞ് ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. നമ്മളിതൊക്കെ പ്രവാസികൾ എത്ര കേട്ടാലും എത്ര കേട്ട് കഴിഞ്ഞാലും നമ്മൾക്ക് ഉമ്മയും ഉപ്പയും എന്തോ അവരെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പലതും ജീവിക്കുന്നത്. നാട്ടിലേക്ക് പോകുന്ന പ്രവാസികൾ അല്ലേ, തറവാട് കഴിഞ്ഞിട്ട് വേണം സ്വന്തം വീട്ടിലേക്ക് എത്താൻ. എന്നാൽ പോലും ആ തറവാട്ട് കയറിയിട്ടല്ല സ്വന്തം വീട്ടിലേക്ക് പോകുക. എന്തേ? തറവാട്ട് കയറി ഉമ്മയെങ്ങാനും എൻ്റെ ലഗേജിൻ്റെ കെട്ട് നോക്കിയാലോ അല്ലേ, അവരറിയാതെ അവരെ ചതിക്കാനും പറ്റിക്കാനും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊന്നുമല്ല അവർക്ക് വേണ്ടത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എന്ത് ഒളിപ്പിച്ചു വെച്ചിട്ടെന്താ, അവരോട് എന്ത് മറച്ചു വെച്ചിട്ടെന്താ? നിന്നെ പ്രസവിച്ചവരല്ലേ നിന്റെ ഉമ്മ, നിന്നെ വളർത്തിയതല്ലേ നിന്റെ ബാപ്പ. നീ ഈ ഭൂമി കാണുന്നതിന് മുമ്പേ അവർ ഈ ഭൂമി കണ്ടവരാ അല്ലേ, എല്ലാം അറിയാം. പക്ഷെ മക്കളല്ലേ, മകനല്ലേ, മകളല്ലേ,
ഒക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകുക. ആ നിലക്ക് ഒരിക്കലും നമ്മളായിത്തീരാൻ പാടില്ല. മറിച്ച് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അറിയണം, അഥവാ ഹുമൈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം നമ്മൾ ഓർക്കണം. അദ്ദേഹം പറയാണ്, പിന്നെ ഇയാസ് ബിൻ മുആവിയ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ചപ്പോൾ വല്ലാതെ കരയുന്നു. എന്താ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, കാനലി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് എനിക്ക് പോകാനുള്ള 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. വഉല്ലിഖ അഹ്ദുഹും, അതിൽ ഒരു കവാടം ഇവിടെ ഇതോടുകൂടി അടഞ്ഞു കഴിഞ്ഞു. ഒരു കവാടം, ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞു. തൻ്റെ ഉമ്മ മരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, സത്യമല്ലേ അത് അല്ലേ? ഉമ്മയെ ഉപ്പയെ പരിചരിച്ചാൽ, അവരോട് നന്മയിൽ വർത്തിച്ചാൽ സഹോദരന്മാരെ ലഭിക്കുന്നത് സ്വർഗമാണ്. അതിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നീട് ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. പിന്നീട് നമ്മൾ കാലങ്ങളോളം അത് ആശിച്ചിട്ടും എന്ത് കാര്യമാണ്? അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെയൊക്കെ മോഹം സ്വർഗം നേടലാണ്. നമ്മൾ അതിനുവേണ്ടി പല വഴിയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് മാതാപിതാക്കളോടുള്ള നന്മയിൽ വർത്തിക്കുക എന്നുള്ള ഈ സ്വഭാവം. അതുകൊണ്ട് ഏത് സമയത്തും സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കണം. കഴിയണം നമ്മൾക്ക് എത്രത്തോളം സ്വർഗീയ ലോകത്ത് ഉന്നതമായ സ്ഥാനം ചില മാതാപിതാക്കൾക്ക് ലഭിക്കും. അവർ ചോദിക്കും അല്ലാഹുവിനോട്, എന്തിനാ നാഥ ഈ സ്ഥാനം ഞങ്ങൾക്ക് തന്നത്? അവരോട് അള്ള പറയുന്ന മറുപടി, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ബിസ്തിഗ്ഫാരി വലദിക്കുമ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു, എന്നോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു, പാപമോചനം തേടി. അതുകൊണ്ടായി ഈ സ്ഥാനം. നമ്മളങ്ങനെ പ്രാർത്ഥിച്ച മക്കളായിട്ടുണ്ടോ? പ്രാർത്ഥനകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് എല്ലാ നിലക്കും ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകൂ. ഇന്ന് കാലങ്ങൾ ദുഷിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ സിനിമയും സീരിയലും അതേപോലെ തന്നെ കാർട്ടൂണുകൾക്കും പിന്നാലെ പോയി, അതേപോലെ തന്നെ ചാറ്റിങ്ങുകൾക്ക് പിന്നാലെ പോയി. സംസാരിക്കാൻ ഒരാളോടും നേരെയില്ല അല്ലേ? എത്രയോ ദൂരത്തുള്ള ആളുകളോട് സംസാരിക്കാൻ നമുക്ക് ഒരുപാട് ടൈമുണ്ട്. പക്ഷെ ഉമ്മയോട് ഉപ്പയോടൊന്ന് അടുത്തിരിക്കാൻ, അവരെ ഒന്ന് പരിപാലിക്കാൻ, അവർക്ക് വേണ്ട ദിവസത്തിൽ അതല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മാസത്തിൽ ഇത്ര സമയം അവർക്ക് വേണ്ടി നീക്കിവെക്കാൻ പലപ്പോഴും നമ്മൾക്ക് സമയം ലഭിക്കുന്നില്ല. അത് ഒരിക്കലും നമ്മൾക്കുണ്ടാകരുത്. ആ മാതാപിതാക്കളിൽ തന്നെ ഏറ്റവും അധികം നാം ബന്ധം സ്ഥാപിക്കേണ്ടത് ഉമ്മയോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി അത് ചോദിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു, എൻ്റെ മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കടമ ആരോടാണ് ഞാൻ നിർവഹിക്കേണ്ടത്? നിൻ്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ഉമ്മയോട്. വീണ്ടും ചോദിച്ചപ്പോഴും ഉമ്മയോടെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറയുന്നു, ആ ഉമ്മ ബാപ്പ അനുഭവിക്കാത്ത ചില പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അഥവാ നിന്നെ ഗർഭം ചുമന്നതും നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച പ്രയാസങ്ങളും, നീ മുലകുടി പ്രായത്തിൽ നിന്റെ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസങ്ങളും, ഇതൊക്കെ ബാപ്പയേക്കാൾ നിന്റെ ഉമ്മയാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഉമ്മയോട് ഒരൽപ്പം കടമ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഉമ്മയ്ക്കാണ് അതല്ലെങ്കിലും ആശങ്കയും ഉണ്ടാകുന്നത്. മക്കൾ കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മക്ക് മകനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കല്യാണം നിശ്ചയിക്കുന്ന ആ സമയം മുതൽ ഉമ്മക്ക് പേടിയാണ്. മകൻ്റെ കല്യാണശേഷം ഉമ്മ പേടിച്ചതെന്തോ ആ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. അറുത്തു മുറിച്ചു മാറ്റിക്കളഞ്ഞു അല്ലേ ഈ ഭാര്യ ഈ ഭർത്താവിന്? അതല്ലെങ്കിൽ ഭാര്യ പറയാതെ തന്നെ ഈ ഭർത്താവ് ആ ബന്ധം അറുത്തു മുറിച്ചു മാറ്റിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണം നമ്മൾ. ആ ഭാര്യയും നീയും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, അത് ത്വലാഖിലേക്കെങ്ങാനും എത്തിപ്പോയാൽ ആ ത്വലാഖ് സംഭവത്തോടുകൂടി ആ പെണ്ണ് അവരുടെ ഇദ്ദ സമയം കഴിഞ്ഞാൽ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിനക്ക് വേണമെങ്കിൽ ത്വലാഖിൻ്റെ പിറ്റേന്ന് തന്നെ മറ്റൊരു പെണ്ണിനെ വിവാഹത്തിലൂടെ നിന്റെ ഭാര്യയായിട്ട് തിരഞ്ഞെടുക്കാം. പക്ഷെ ഉമ്മയോടും ഉപ്പയോടുള്ള ബന്ധം എങ്ങനെയാണ്? അത് മുറിയുമോ പ്രിയപ്പെട്ടവരെ? ഒരു കാലത്തും മുറിയാതെ എന്നെന്നും അവശേഷിക്കുന്ന ബന്ധങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളെ ഈ ഭാര്യയ്ക്ക് വേണ്ടി നാം നശിപ്പിക്കാൻ പാടില്ല. ആ മാതാപിതാക്കളെ ഈ ഭാര്യയ്ക്ക് വേണ്ടി നാം വെറുപ്പിക്കാൻ പാടില്ല. ഏത് സമയത്തും അവർക്ക് വേണ്ടിയുള്ള ഖിദ്മകളും നല്ല സംസാരങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുക. എല്ലാ നിലക്കും ചെയ്യണം. ഇനിയോ അവർ പറയുന്ന ഒരു കാര്യം നിനക്ക് കഴിയാത്ത ഒന്നാണ് അവർ പറയുന്നത് എങ്കിൽ പോലും കയർത്തുകൊണ്ട് ആ വിഷയത്തെ നീ കൈകാര്യം ചെയ്യാൻ പാടില്ല.
മറിച്ച് നീ എന്ത് ചെയ്യണം? മാന്യമായിട്ട് അവരോട് പറയണം, അല്ലേ? ഖൗലൻ യസീറ, എളുപ്പം നല്ല നിലക്ക് സംസാരിക്കാൻ കഴിയണം അവരോട്. ഉമ്മ, ഉപ്പ, എനിക്ക് കഴിയുന്ന സമയം വരുമ്പോൾ, എനിക്കതിൻ്റെ സമയമെത്തുമ്പോൾ, സാധ്യത എത്തുമ്പോൾ വളരെ പെട്ടെന്ന് ഞാനത് ചെയ്തു തരും. ഉമ്മയോടും ഉപ്പയോടും പറയണം. ഇപ്പോൾ ഉമ്മക്കും ഉപ്പക്കും അറിയാം എൻ്റെ അവസ്ഥകൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് സമാധാനമാകും, അവർക്ക് സന്തോഷമാകും. അവരുടെ സഹായങ്ങളും പ്രാർത്ഥനകളും നിനക്ക് അനുകൂലമായിട്ട് ലഭിക്കും. ഇതാണ് രണ്ടാമതായിട്ട് ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്. മൂന്നാമതായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മാതാപിതാക്കളുടെ എത്രയോ സ്നേഹം കാണിക്കേണ്ടതാണ്. നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിലുകളാണ്. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എന്നാൽ ഈ മാതാപിതാക്കൾ തന്നെ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാലോ? ആ മാതാപിതാക്കൾ വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. നിനക്ക് അറിവില്ലാത്ത ഒരു വിഷയം, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു വിഷയം, പ്രത്യേകിച്ച് ശിർക്ക് പോലെയുള്ള പാപങ്ങൾ, അതിലേക്ക് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, ഒരു കാരണവശാലും അവരനുസരിക്കാൻ പാടില്ല. ഉമ്മ പറയാണ്, ജാറം മൂടണം, അവിടെ പുതപ്പ് മൂടണം, വിളക്ക് കൊളുത്തണം, എണ്ണ ഒഴിക്കണം, അല്ലേ, നേർച്ച നേരണം, അതേപോലെ തന്നെ ഏലസ് കെട്ടണം, സ്ത്രീധനം വാങ്ങണം, അതേപോലെ അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത പലതും ചെയ്യണം. പാടില്ല, അല്ലേ? എന്താ താടി വടിച്ചത്? ഉമ്മ പറഞ്ഞു താടി വടിക്കാൻ പാടില്ല. ഇത് അള്ളാഹ്ക്കെതിരുള്ള കാര്യമാണ്, അള്ളാഹ്ക്കെതിരുള്ള കാര്യം. നമ്മൾ അതൊക്കെ പെട്ടെന്ന് ചെയ്യും. എന്താ സ്ത്രീധനം വാങ്ങിയത്? എനിക്കൊരു താല്പര്യവും ഇല്ല, പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ തൃപ്തിയല്ലേ, ആ ഉമ്മാനനുസരിച്ച് ആ കല്യാണ ദിവസം ഉമ്മക്കൊരു പ്രയാസം വേണ്ട. എന്തിനാ നീ ഈ നിനക്കൊക്കെ ചെയ്യുന്നത്? എല്ലാം ഉമ്മയുടെ വേത്ത, അല്ലേ? അള്ളാഹിനോട് നമ്മൾ മറക്കുകയാണ്. എന്നാലോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഉമ്മ പറഞ്ഞാലോ അവിടെ ഉമ്മയോട് തിരിച്ചു കയറി സംസാരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, തെറ്റിനു വേണ്ടിയാണ് മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അതനുസരിക്കാൻ പാടില്ല. പക്ഷേ അത് പറയുന്ന കൂട്ടത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൻ്റെ വിഷയത്തിൽ അവരോട് ഈ ദുനിയാവിൽ നല്ല നിലക്ക് നീ പെരുമാറുകയും ചെയ്യണം, നല്ല നിലക്ക് അവരോട് വർത്തിക്കണം. ശിർക്ക് മാത്രം നീ അനുസരിക്കരുത്, തെറ്റുകൾ മാത്രം അനുസരിക്കരുത്, അല്ലേ? ഉമ്മ കുഫിരിയത്തിൽ തന്നെയാ, ഉമ്മ ഇപ്പോഴും ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാ. അതുകൊണ്ട് ഉമ്മയോട് ദേഷ്യം വേണോ? വേണ്ട. ഉമ്മയെ പരിപാലിക്കണം, വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, നന്മ ചെയ്യണം, എല്ലാം ചെയ്യണം. എന്നാൽ ആ ശിർക്കിൻ്റെ വിഷയത്തിൽ മാത്രം അനുസരിക്കാൻ പാടില്ല എന്നതേ ഉള്ളൂ എന്ന് സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ചാലും അവരോടുള്ള ബന്ധം തീരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ, ആ റസൂലിൻ്റെ മജ്ലിസിലേക്ക് ബനൂ സലമയിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, റസൂലേ, മാതാപിതാക്കളോട് എന്തെങ്കിലും അവരുടെ മരണശേഷവും ഞങ്ങൾക്ക് കടമയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉണ്ട്. അവർ മരിച്ചാലും അസ്വലാത്തു അലൈഹിമാ, അവർക്ക് വേണ്ടി നീ നിസ്കരിക്കണം, വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പാപമോചനം തേടണം, വൽ ഇൻഫാദു അഹ്ദിഹിമാ മിൻ ബഅദിഹിമാ, അവർ ചെയ്തു വെച്ച കുറെ കരാറുകളൊക്കെ ഉണ്ടാകും, അല്ലേ, നേർച്ചകളൊക്കെ ഉണ്ടാകും, അതൊക്കെ നീ വീട്ടണം നന്മയാണെങ്കിൽ. വസുലത്തു റഹിമല്ലത്തി ലാ തുവാസലു ഇല്ലാ ബിഹിമാ, അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, അവരുടെ കുടുംബവും ബന്ധങ്ങളുണ്ട്, ജീവിതകാലത്ത് അവർ ചേർത്ത് വെച്ച ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങൾ നീയും ചേർക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് ഇതാണ്. നാലാമതോ വ ഇക്റാമു സുദീഖിഹിമാ, അവരുടെ ചങ്ങാതിമാരെ നീ ആദരിക്കണം, അല്ലേ? അവർക്ക് വേണ്ടി നിസ്കരിക്കണം, ഒന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ കരാറുകളൊക്കെ നേർച്ചകളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്യണം, രണ്ട്. മൂന്നാമതായിട്ട് പറയുന്നു, അവർ മരിച്ചാലും അവരുടെ കുടുംബക്കാരെ ആദരിക്കണം. നാലാമതായിട്ട് പറയുന്നു, കുടുംബക്കാരെ മാത്രം പോരാ, അവരുടെ കൂട്ടുകാരെ പോലും ബഹുമാനിക്കണമെന്ന് പറയുന്നു. ഉപ്പയുടെ ചങ്ങാതിമാരെ കാണുമ്പോൾ, ചങ്ങാതിച്ചിമാരെ കാണുമ്പോൾ, ഉമ്മ മരിച്ചില്ലേ, ബാപ്പ മരിച്ചില്ലേ, അവരോടുള്ള ആദരവ് അവസാനിപ്പിക്കാൻ പാടില്ല. മരണശേഷം പോലും അവർക്ക് വേണ്ടി പുണ്യം ചെയ്യണം. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു അഅറാബിയെ കാണുന്നു. ആ അഅറാബിയെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ താഴേക്കിറങ്ങി ആ അഅറാബിയെ ഈ വാഹനപ്പുറത്ത് കയറ്റുകയാ. താൻ ധരിച്ച തലപ്പാവ് ഈ അഅറാബിയെ ധരിപ്പിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് ആളുകൾ ചോദിക്കുന്നു, എന്തിനാ അബ്ദുല്ലാ വ ഇന്നഹും യർളൗന ബിൽ യസീർ, ഈ അഅറാബികൾ എന്ന് പറയുന്നത് അല്പം ചില്ലറ നാണയത്തുട്ടുകൾ കൊടുത്താൽ തന്നെ
അവർ സന്തോഷിക്കൂലേ? പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ആ നേരത്തെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മറുപടി എന്തെന്നറിയുമോ? ഇന്ന അബാ ഹാദാ കാന വുദ്ദൻ ലിഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലേ? അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയാണ്, ഇദ്ദേഹത്തിന്റെ ബാപ്പയുണ്ടല്ലോ, ഇദ്ദേഹമല്ല, ഈ അറാബിയല്ല, ഈ അറാബിയുടെ ബാപ്പ എന്നോടല്ല, എൻ്റെ ബാപ്പയെ സ്നേഹിക്കുന്നവനായിരുന്നു. ഈ അറാബിയുടെ ബാപ്പ എൻ്റെ ഉപ്പയോട് ഇഷ്ടം കാണിക്കുന്നവനായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ അറാബിയെ ഈ നിലക്കൊക്കെ സ്വീകരിക്കുന്നത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി സുലത്തർ റജുൽ അഹ്ല വുദ്ദി അബി. പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല പുണ്യമാണ് ഒരു മനുഷ്യൻ തൻ്റെ ബാപ്പയെ സ്നേഹിക്കുന്നവരോടൊക്കെ ബന്ധങ്ങളൊക്കെ ചേർക്കുന്ന ആളുകളോട് തിരിച്ച് ആ ബന്ധങ്ങളും സ്നേഹങ്ങളും നൽകുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകളോട് പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, ഈ നിലക്കൊക്കെ എങ്ങനെയാണോ ഉമ്മയുടെ ബാപ്പയുടെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുക, അത് നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തരുത്, നോട്ടം കൊണ്ട് പ്രയാസപ്പെടുത്തരുത്. ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിച്ചു കൊണ്ടേയിരിക്കണം. ആവശ്യങ്ങൾ അവരിങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് ചോദിക്കണം. അല്ലേ? എന്താ ഉമ്മയോട് സംസാരിക്കാൻ പേടി, ബാപ്പയോട് സംസാരിക്കാൻ പേടി? ബാപ്പയെന്ന് ഫോൺ വിളിച്ചാൽ, ഉമ്മയെ ഫോൺ ചെയ്താൽ ഉമ്മ പണം ചോദിക്കുമോ എന്നാ എൻ്റെ പേടി. അതുകൊണ്ടാണ് സംസാരിക്കാത്തത്, വേറൊരു ദേഷ്യവും ഇല്ല. അല്ലേ? ഇതൊന്നും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. അവരോട് അങ്ങോട്ട് ചോദിക്കുക, ആവശ്യങ്ങളും എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അവരോട് പറയാ, ഉമ്മ ഈ മോന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, എല്ലാ നിലക്കും ഖൈർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾക്ക് അവരോട് ചെയ്യാനുള്ളത്. എൻ്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട്, കോബാറിൽ നിന്ന് കേൾക്കുന്നവരോടും KNM ഓൺലൈൻ റൂമിലൂടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോടും എല്ലാവരോടും പറയാനുള്ളത് ഈ വിഷയം തന്നെയാ. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ ഇബാദത്തുകൾ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നതിൽ നിന്ന് തടസ്സമായി നിൽക്കും. മാതാപിതാക്കളുടെ വെറുപ്പ് നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ കാത്തു സൂക്ഷിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അല്ലാഹു തആല നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.